ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ക്രോഷറ്റ് ബോക്കി ചെയിനാണ് ഉണ്ടാക്കാൻ പോണത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അന്നേരം വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ഈ സ്ലിപ്പ് നോട്ടാണ് ഈ ബോക്കി ചെയിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ഇനി ഈ സ്ലിപ്പ് നോട്ടിനുള്ളിൽ 63 ചെയിൻസ് നമ്മൾ ബേസ് ചെയിനായി, ഫൗണ്ടേഷൻ ചെയിനായിട്ട് നമ്മൾ ഇടണം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി നമ്മുടെ ഹുക്കിൽ യാനുണ്ട്. ഇനി നമ്മൾ വർക്കിംഗ് യാൺ, അതായത് നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന യാണിനെ യാൺ ഓവർ ചെയ്ത് ആ ഒരു ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്യണ സമയത്ത് നമുക്കൊരു ചെയിൻ കിട്ടും. ഇതിനെയാണ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമ്മൾ 63 ചെയിൻസ് നമ്മൾ ചെയ്തെടുക്കണം. ബൈ എൻ്റെ വോയിസും പിന്നെ ബാക്ക്ഗ്രൗണ്ടും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം എൻ്റെ ഫോൺ ഐഫോണൊന്നല്ല, നോർമൽ റെഡ്മി ഫോണാണ്. സോ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ നല്ല ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അങ്ങനെ 63 ചെയിൻസ് നമ്മൾ ചെയ്തെടുത്തു. ഇനി ഈ ചെയിനിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പോണത്. ഇനി റൗണ്ട് 1 നമുക്ക് തുടങ്ങാം. അപ്പോൾ റൗണ്ട് 1 നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ആ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ചെയിനിലാണ് നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോണത്. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. 6 ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തെടുക്കണം. ഇനി ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഹുക്ക് യാൺ ഓവർ ചെയ്ത് രണ്ടാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടാവും. ആ 3 ലൂപ്പിനും ഒരുമിച്ച് പുള്ളപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ കിട്ടുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള 5 ചെയിനിലും നമ്മളിങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ 5ാമത്തെ ചെയിൻ എത്തുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലിട്ട് നമ്മൾ പോവുക. ആറ് ഹാഫ് ഡബിൾ ക്രോഷേ അങ്ങനെ കഴിഞ്ഞു. ഇതാണ് റൗണ്ട് 1 ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഈ 6 സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് പിടിക്കരുത്. നമ്മൾ ടൈറ്റായിട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ ഇതേ സ്ലിപ്പ് സ്റ്റിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാൺ ഒന്ന് ലൂസാക്കി പിടിക്കുക. അതുപോലെ തന്നെ ഹുക്കും ഒന്ന് ലൂസായിട്ട് പിടിക്കുക. ടൈറ്റായിട്ട് ചെയ്യാതെ നല്ല ലൂസായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത റോ വരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് നമ്മുടെ യാണൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസാക്കിയിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മുടെ 6 സ്ലിപ്പ് സ്റ്റിച്ചും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് 16 ഹാഫ് ഡബിൾ ക്രോഷയാണ്. നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഹാഫ് ഡബിൾ ക്രോഷേ ആയിരുന്നു. നമ്മൾ 6 എണ്ണമായിരുന്നു ചെയ്തത്. ഇനി നമ്മൾ ഈ 2 സ്റ്റേജ്, അതായത് 6 ഹാഫ് ഡബിൾ ക്രോഷയും 6 സ്ലിപ്പ് സ്റ്റിച്ചും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതാണ് 16 ഹാഫ് ഡബിൾ ക്രോഷേ. ഈ 16 ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 16 എണ്ണത്തിന് എണ്ണ തെറ്റാൻ പാടില്ല. നമ്മൾ അത്രയും ക്ലിയർ ആയിരിക്കണം. എന്നാലാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി 16 ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് 6 സ്ലിപ്പ് സ്റ്റിച്ചാണ്. നമ്മൾ റൗണ്ട് 1 ഫസ്റ്റ് എന്താണ് തുടങ്ങിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഇതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 16 ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞു. എന്നിട്ട് ചെയ്യാൻ പോണത് നമ്മൾ വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. നമ്മൾ ഈ ഒരു റൗണ്ട് 1 ആദ്യം നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഒരു 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് 6 സ്ലിപ്പ് സ്റ്റിച്ച്. ഈ 6 സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് നടുവിലായിട്ട് വരുന്ന ഒരു പാർട്ടാണ്. ഈ 6 സ്ലിപ്പ് സ്റ്റിച്ച് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യാൻ പോണതാണ് 16 ഹാഫ് ഡബിൾ ക്രോഷേ. നമ്മൾ നേരത്തെ 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു 6 സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചെയ്യാൻ പോണതാണ് 16 ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ നമ്മുടെ 16 ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 2 സ്റ്റെപ്പ് കൂടിയുള്ളൂ. ഒന്ന് 6 സ്ലിപ്പ് സ്റ്റിച്ചും രണ്ടാമത്തത് 6 ഹാഫ് ഡബിൾ ക്രോഷേ. ഈ 2 എണ്ണം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോ കംപ്ലീറ്റ് ആയി. ഓരോ റൗണ്ടും കഴിയുമ്പോൾ നമ്മൾ ചെയിൻ 1 ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വർക്ക് ടേൺ ചെയ്യാം. അങ്ങനെ ടേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ റൗണ്ട് 1 കംപ്ലീറ്റ് ആയി. ചെയിൻ 1 ഇട്ടു, നമ്മുടെ വർക്ക് നമ്മൾ ടേൺ ചെയ്തു.
ഇനി നമ്മൾ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഇതേ പാറ്റേൺ തന്നെയാണ്, പക്ഷേ നമ്മൾ ബാക്ക് ലൂപ്പിലൂടെയാണ് ഓരോ ചെയിൻസും നമ്മൾ ചെയ്യാൻ പോണത്. ബാക്ക് ലൂപ്പ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ തന്നെ ഞാൻ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ച് കാണുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതേ പാറ്റേൺസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഫസ്റ്റ് 6 ഹാഫ് ഡബിൾ ക്രോഷേ, രണ്ടാമത്തത് 6 സ്ലിപ്പ് സ്റ്റിച്ച്, മൂന്നാമത്തെ 16 ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അടുത്തത് ആ ഒരു ബോർഡ് നടുവീത്തെ പാർട്ടാണ് 6 സ്ലിപ്പ് സ്റ്റിച്ച്. ഈ 6 സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യണത് വീണ്ടും 16 ഹാഫ് ഡബിൾ ക്രോഷേ, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 6 ഹാഫ് ഡബിൾ ക്രോഷേ. ഇത് തന്നെയാണ് സെയിം പാറ്റേൺ. അപ്പം ഞാനിവിടെ 1 to 5 റോയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 5 റോയാണ് ഞാൻ ഈ ഒരു ബോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുക, ചെയിൻ 1 ഇടുക, പിന്നെ ബാക്ക് ലൂപ്പിലൂടെ ഈ പാറ്റേൺസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 5 റോ ആണ് ചെയ്തിട്ടുള്ളത്. ഈ 5 റോ നിങ്ങൾക്ക് ഇനി ഇതിലും വലിപ്പം വേണമെങ്കിൽ റൗണ്ട് കൂട്ടാം, അല്ലെങ്കിൽ ഈ വലിപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റൗണ്ട് കുറയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉന്തി നിൽക്കുന്നതും ബാക്ക് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കായിട്ടുള്ളതാണ്. ആ വീഡിയോയിൽ ഞാൻ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ബോ പോലെ, ആ ഒരു ഷേപ്പ് പോലെ നമ്മൾ ആക്കിയെടുക്കണം. ഇനി ഈ ബോനെ നമുക്ക് സെക്യൂർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു യാൺ എടുത്തതിന് ശേഷം ആ ഒരു ബോനെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റുക. അങ്ങനെ ചുറ്റുമ്പോൾ നമുക്കൊന്നുകൂടി സെക്യൂറായിട്ട് കിട്ടും. ആ ബോ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര റൗണ്ട് ചെയ്യാം, അധികം ബോറാക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. എന്നിട്ട് പിന്നെ നമ്മൾ സ്ലിപ്പ് നോട്ടൊക്കെ ചെയ്ത സമയത്ത് ബാക്കി വന്ന യാണുണ്ടാവും ആ ഒരു ബോല്, അതൊക്കെ സൂചി ഉപയോഗിച്ചിട്ടൊക്കെ നന്നായി സെക്യൂർ ചെയ്യാം. അധികം വിസിബിൾ ആവാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോ കാണാൻ നല്ല രസമുണ്ടാവും. ഇനി ഈ ബോലേക്ക് ഒരു കീ ചെയിനും കൂടിയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇപ്പോൾ ബാഗിൽ തൂക്കിയിടാനോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കീ ഉണ്ടാവുമല്ലോ, ആ കീയുടെ അവിടെ കീ ചെയിനായിട്ട് ഇങ്ങനെ ഇട്ടാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അതൊക്കെ നല്ല രസമുണ്ടാവും. പിന്നെ സ്വയം ഗിഫ്റ്റ് ചെയ്യണവർക്കും അങ്ങനെ ചെയ്യാം. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടെന്ന് പറയണം. പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും മറക്കരുത്. നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് നല്ല മോശമല്ലേ? സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.